ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ സ്ലീവ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു പോർഷൻ മാത്രം ഞാൻ ആരി വർക്കിനകത്തുള്ള ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് ഇതുപോലത്തെ സെറി ത്രെഡാണ് ഞാൻ എടുക്കുന്നത്. നീഡിൽ നമ്പർ 14 നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മളുടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആരി വർക്ക് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനത് ആ ഒരു ഡിസൈനിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ചെയിൻ സ്റ്റിച്ചിന് പകരം നിങ്ങൾക്ക് നോർമലി ആയിട്ടുള്ള നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സെറി ത്രെഡ് തന്നെ വേണമെന്നില്ല, നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ഇപ്പോൾ നിങ്ങളെ ചെയ്ത് കാണിച്ചു തരണില്ല. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് പഠിക്കുക. അതല്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള നീഡിൽ യൂസ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഈ ലൈൻസ് കംപ്ലീറ്റ് ആക്കാം. ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടെൻഷനുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, നമുക്കൊക്കെ ഡ്രസ്സിലും അതുപോലെ തന്നെ പുറത്തൊക്കെ ചെയ്ത് കൊടുത്ത് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ആരി വർക്ക് എന്ന് പറയുന്നത്. ക്ഷമയുണ്ടെങ്കിൽ ആർക്കും പഠിച്ചെടുക്കാവുന്ന ഒരു വർക്കാണ് ആരി വർക്ക്. അതുപോലെ തന്നെ ക്ഷമയില്ലാത്തവർക്ക് ക്ഷമ പഠിക്കണമെങ്കിലും നമുക്ക് ആരി വർക്ക് തന്നെ മതിയാവും. അപ്പോൾ ഞാനത് ഈ ഒരു അറ്റത്തു നിന്നാണ് കേട്ടോ തുടങ്ങാൻ പോണത്. അപ്പോൾ നമ്മളുടെ ലൈൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ആ ഒരു സ്പേസ് വന്നിട്ടുണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മിറർ ഞാനൊരു ഷേപ്പ്, ഒരു ഓവൽ ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സ്പേസിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മിറേഴ്സ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഡിസൈനിൽ നമ്മൾ മിറർ വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ആ ഒരു ചെയിൻ സ്റ്റിച്ച് വരുമ്പം ചെയ്യാൻ മടിക്കാറാണ് പതിവുള്ളത്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിൽ ആ ഒരു ലൈൻസ് എങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇത്രയും മിറേഴ്സ് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ആ ഒരു സ്പേസിലും ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു മിറേഴ്സ് എല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഡോട്ട് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതും B7000 ഗ്ലൂ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ എല്ലാവരും അതൊന്ന് കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. ചെയ്ത് നോക്കിയാലും നിങ്ങളത് കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ.